നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 35 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിക്ക് 60 വയസ്സ് വരെ റെഗുലറായി എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ 60 വയസ്സിന് ശേഷം എന്ത് മന്ത്ലി പെൻഷൻ കിട്ടും എന്നൊരു കാൽക്കുലേഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നിങ്ങളെ ജസ്റ്റ് ഒരു ഫണ്ടിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. HDFC ELSS ടാക്സ് സേവർ ഫണ്ട്. ഈ ഫണ്ടിൻ്റെ റിട്ടേൺ നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് 20 ഇയേഴ്സിൽ 18.56% റിട്ടേൺ ആണ് ഈ ഫണ്ട് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് 1 ഇയറിൽ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. അവസാന ഒരു വർഷം ഇത് 41.9% റിട്ടേൺ ആണ് കൊടുത്തത്. ലാസ്റ്റ് 3 ഇയർ ആണെങ്കിൽ 24.61% റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് 5 ഇയറിലേത് ലാസ്റ്റ് 20 ഇയേഴ്സിലേത് നമ്മളിപ്പോൾ കണ്ടു 18.56% അത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഫണ്ട് ആരംഭിച്ച വർഷം നമുക്കൊന്ന് നോക്കാം. 1996 ഈ പദ്ധതി ആരംഭിച്ചത്. ഇനി ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ 17 ജൂലൈ 2024 വരെയുള്ള ചാർട്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 ഓഗസ്റ്റ് 2024 ചാർട്ട് വരെ നമുക്കിവിടെ ലഭ്യമാണ്. ഇതിനകത്ത് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ റിട്ടേൺ. 23.84% സിൻസ് ഇൻസെപ്ഷൻ, ഇത് തുടങ്ങിയത് മുതൽ 5 ഓഗസ്റ്റ് വരെ 23.84% റിട്ടേൺ ആണ് ഈ പദ്ധതി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിട്ടേൺ നിങ്ങളുടെ അറിവിലേക്കായി ഈ പദ്ധതി കൊടുത്തത് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് കണക്കിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ 35 വയസ്സുള്ള ഒരു വ്യക്തി 60 വയസ്സ് തൊട്ട് പെൻഷൻ കിട്ടണമെങ്കിൽ എത്ര തുക ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര രൂപ പെൻഷൻ കിട്ടും എന്നാണ് നമ്മളിവിടെ കണക്ക് കൂട്ടാൻ പോകുന്നത്. 60 വയസ്സ് ആകുമ്പോൾ പെൻഷൻ കിട്ടിത്തുടങ്ങും. അതായത് 60 മൈനസ് ഇപ്പോഴത്തെ പ്രായം 35 വയസ്സ്. അതായത് അദ്ദേഹത്തിന് ഇനി 25 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. ഓക്കെ, 25 വർഷം എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു എല്ലാ മാസവും 12 മാസം, അതായത് മൊത്തം 300 മാസം അദ്ദേഹത്തിന് ഇപ്പോൾ തുടങ്ങുന്നയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മന്ത്ലി ഈ പറഞ്ഞ വ്യക്തി 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതിയാൽ 300 മാസമാണ് 60 വയസ്സാകുന്നത് വരെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോൾ കണ്ടു റിട്ടേൺ വളരെ ഹൈ ആണ് ഫണ്ടുകൾ കൊടുത്തിരിക്കുന്നതായി നമ്മൾ കണ്ടതെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ആവശ്യത്തിനായിട്ട് 15% ഒരു ആവറേജ് റിട്ടേൺ കിട്ടുന്നതായി മാത്രമേ കണക്ക് കൂട്ടുന്നുള്ളൂ. ഒപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ 15% എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് റിട്ടേൺ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല. ഇത് വേരി ചെയ്യുന്നുണ്ടാവും. ചില സമയത്ത് ഇതിനേക്കാൾ വളരെ കൂടുതലാവാം, ചില സമയത്ത് ഇതിനേക്കാൾ വളരെ കുറവുമാകാം. എന്നിരുന്നാൽ ആവറേജ് റിട്ടേൺ 15% വെച്ച് കിട്ടിയാൽ എന്ത് കിട്ടുന്നു എന്നൊരു കണക്കാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതിൻ്റെ കോമ്പൗണ്ടിങ് നടക്കുന്നതായി നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് മന്ത്ലി കോമ്പൗണ്ടിങ് ആണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇവിടെ കാൽക്കുലേറ്റ് ബട്ടണിൽ നമ്മൾ അമർത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 300 വർഷം കൊണ്ട് 5000 രൂപ വെച്ച് 300 മാസം കൊണ്ട് 5000 രൂപ വെച്ച് നമ്മൾ ആകെ അടച്ചിരിക്കുന്ന തുക 15 ലക്ഷം രൂപയാണ് നമ്മൾ ആകെ അടച്ചിരിക്കുന്നത്. അപ്പോൾ 60 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന തുക ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1,64,20,368 രൂപ. 15% റിട്ടേണും കൂടെ ചേർത്തിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 60 വയസ്സാകുമ്പോഴുണ്ടാകും. 60 വയസ്സാകുമ്പോൾ ഇദ്ദേഹത്തിന് മന്ത്ലി പെൻഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ 1,64,00,000 രൂപ പൂർണ്ണമായി പിൻവലിച്ചുകൊണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അല്ല എങ്കിൽ അദ്ദേഹത്തിന് എല്ലാ മാസവും മന്ത്ലി പെൻഷൻ എന്ത് കിട്ടും എന്നും കൂടെ നമുക്കിവിടെ നോക്കാം. അതിനായിട്ട് ഇവിടെ ഇൻട്രസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് ഇൻട്രസ്റ്റ് ടേബിൾ കിട്ടുന്നുണ്ട്. ആദ്യ മാസം നമ്മൾ 5000 അടച്ചു, അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മന്ത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അടച്ചു 5000 അടഞ്ഞു, അക്കൗണ്ടിലുണ്ട്. രണ്ടാമത്തെ മാസം ഈ നമ്മൾ അടച്ച 5000 രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് 62 രൂപ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മൊത്തം അക്കൗണ്ടിൽ 10,062. മൂന്നാമത്തെ മാസം ആയപ്പോൾ നമ്മൾ കണ്ടു ഇൻട്രസ്റ്റ് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇരട്ടിക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. 125 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അതിൻ്റെ അടുത്ത മാസം ഇൻട്രസ്റ്റ് വീണ്ടും കൂടുന്നു. ഓരോ മാസം കഴിയും തോറും ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ 300ാമത്തെ മാസം 60ാമത്തെ വയസ്സിൽ ലാസ്റ്റ് മന്ത് അദ്ദേഹം അടയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. 2 ലക്ഷം രൂപ. 2,01,00,000
156 രൂപ അദ്ദേഹത്തിന് അവസാന മാസം ഇൻട്രസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പിന്നീട് 2 ലക്ഷം രൂപ വെച്ച് അക്കൗണ്ടിൽ കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് മിനിമം ഇദ്ദേഹത്തിന് ഒരു മാസം, അതായത് 60 വയസ്സിൽ പെൻഷൻ ആകുന്ന സമയം തൊട്ട് എല്ലാ മാസവും ഇദ്ദേഹം ഒരു 1,75,000 രൂപ വെച്ചിട്ട് എങ്കിലും മിനിമം വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നാൽ, മന്ത്ലി പെൻഷനായിട്ട് എടുത്തുകൊണ്ടിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന 1,62,00,000 രൂപ എന്നത് പിന്നീട് അങ്ങനെ തന്നെ അവിടെ കിടന്നോളും. അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ സംഭവിച്ചാൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും 1,75,000 രൂപയ്ക്ക് മുകളിൽ മന്ത്ലി പെൻഷൻ കിട്ടുന്നുണ്ടാവും. ഇവിടെ നമ്മൾ കണ്ടു, നമ്മളെല്ലാ മാസവും അടച്ചുകൊണ്ടിരുന്നത് 5,000 രൂപ വീതമാണ്. അപ്പോൾ 60 വയസ്സായപ്പോൾ 1,62,00,000 രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. ഈ 1,62,00,000 രൂപ അക്കൗണ്ടിലുള്ള സമയത്ത് 60 വയസ്സിൽ അദ്ദേഹത്തിന് ഈ തുക പൂർണ്ണമായി വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അതല്ല എങ്കിൽ എല്ലാ മാസവും അദ്ദേഹത്തിന് 1,75,000 രൂപയ്ക്ക് മുകളിൽ മന്ത്ലി പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പെൻഷൻ കിട്ടുന്നു എന്നത് മാത്രമല്ല, 60 വയസ്സ് തൊട്ട് സപ്പോസ് ഒരു 70 വയസ്സ് വരെ അദ്ദേഹം പെൻഷൻ വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുവാണ് ഇനി അങ്ങോട്ട് പെൻഷൻ വേണ്ട, ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്യാമെന്ന് എപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നോ ആ സമയത്ത് ഈ 1,62,00,000 രൂപ പൂർണ്ണമായി തിരികെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി 70 വയസ്സല്ല, 80, 90, 100 വയസ്സ് വരെ അദ്ദേഹം പെൻഷൻ വാങ്ങിച്ചു, മന്ത്ലി 1,75,000 രൂപ വീതമെന്ന് കരുതുക. ഒരു 100ാമത്തെ വയസ്സായതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹം മരണപ്പെട്ടു എങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനി ആരെയാണോ വെച്ചേക്കുന്നത് ആ വ്യക്തിക്ക് ഈ 1,62,00,000 രൂപ തിരികെ കിട്ടുന്നതാണ്. ഓക്കെ, അതായത് ഒരു വ്യക്തിക്ക് 60 വയസ്സ് തൊട്ട് എത്ര വർഷം വേണമെങ്കിലും പെൻഷൻ കിട്ടും. എത്രാമത്തെ വയസ്സിലാണോ, 60 വയസ്സിന് ശേഷം പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണോ പെൻഷൻ വേണ്ട എന്ന് തോന്നുന്നത് ആ സമയത്ത് ഈ അക്കൗണ്ടിലെ ഫുൾ എമൗണ്ട് തിരികെ എടുത്തുകൊണ്ട് പെൻഷൻ സ്റ്റോപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ആളുടെ അഭാവത്തിൽ നോമിനിക്ക് ഈ പറയുന്ന മച്യൂരിറ്റി വാല്യൂ എത്രയാണോ ഉണ്ടായിരുന്നത് അത് ഫുള്ളായിട്ട് കൈമാറുന്നതാണ്. നോമിനിക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുക നോമിനിയുടെ പേരിലേക്ക് മാറ്റിക്കൊണ്ട് ഇതേ പെൻഷനും ഇതേ ബെനിഫിറ്റും നോമിനിക്കും എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 35 വയസ്സുള്ളൊരു വ്യക്തി ഇന്നു മുതൽ 60 വർഷത്തേക്ക് 60 വയസ്സ് വരെ 5,000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മന്ത്ലി കിട്ടാവുന്ന പെൻഷനും മച്യൂരിറ്റി വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാകാൻ താല്പര്യം ഉള്ള ഏതൊരാൾക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. അതിനായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ, ഇന്ത്യയിൽ എവിടെയുള്ള ആളായിക്കോട്ടെ ഇന്ത്യക്ക് വെളിയിലുള്ള ആളായിക്കോട്ടെ, വേണ്ടുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഒപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.